ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഹെയർ ഡ്രോയിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം പലർക്കും ഇപ്പോഴും ഹെയർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തവരുണ്ട്. അപ്പം അവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് വരച്ച് നോക്കുക. നമ്മൾ പെൻസിൽ, ആർട്ട് ലൈനിൻ്റെ പെൻസിൽ 8B 10B അത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം 8B ഉപയോഗിച്ചിട്ടാണ് വരച്ച് തുടങ്ങിയിരിക്കുന്നത്. ആദ്യം നമ്മൾ ജസ്റ്റ് ആ ഒരു ഹെയറിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ആദ്യം ലൈറ്റായിട്ടാണ് നമ്മൾ വരച്ച് പോകുന്നത്. പിന്നീട് അതിനൊക്കെയെല്ലാം നമ്മൾ 10B ഉപയോഗിച്ചിട്ട് ആ ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗത്തെല്ലാം നമ്മൾ വരയ്ക്കുന്നുണ്ട്. അപ്പം ഈ ഒരു മുടിയിലെ കാര്യം നോക്കുവാണെങ്കിൽ അത് കൂടുതലായിട്ടും ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. അതുപോലെ കുറച്ച് ലൈറ്റായിട്ടുള്ള ഏരിയസും വരുന്നുണ്ട്. അപ്പം ആ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി മാക്സിമം അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിപ്പം ഫോട്ടോയിൽ കാണുന്ന അതേപോലെ ചിലപ്പോൾ പടർത്തി വരയ്ക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് പോലെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പം നമുക്ക് വരച്ചു തുടങ്ങുന്ന സമയത്തൊന്നും അത്ര ഇതായിട്ട് വരയ്ക്കണമെന്നില്ല. അപ്പം ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. മാക്സിമം ഇപ്പം നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ. ഇല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ കഴിവ് നിങ്ങൾ ചെയ്താലും മതി. പിന്നെ ഓരോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം, ഇല്ലെങ്കിൽ മെസ്സേജായിട്ട് ചോദിക്കാം. മെസ്സേജായിട്ട് ചോദിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നിട്ട് എന്നെ മെസ്സേജായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിന് മുമ്പിലത്തെ പാട്ട് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ പാട്ട് കണ്ട് നിങ്ങൾ ഇത് കണ്ടാൽ മതിയാവും. പിന്നെ എന്താ പറയണ്ടേ, നമുക്ക് ഓരോ ദിവസവും ഇതുപോലെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഇനി കൂടുതലായിട്ടും ഉൾപ്പെടുത്താൻ ചാനലിൽ. ഇപ്പോൾ ഞാൻ ഈയിടെയൊന്നും എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് വീഡിയോ ഇടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയി പോകുന്നതാണ്. അപ്പോൾ ഇനി എല്ലാ ദിവസങ്ങളിലും പറ്റുമെങ്കിൽ എല്ലാ ദിവസവും തന്നെ വീഡിയോ ഇട്ട് പോകാം. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ ഇടാവുന്നതാണ്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് വരച്ച് നോക്കുക. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സംശയം ചോദിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആക്കാൻ നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ വരച്ച് നോക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എത്ര പേര് ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. അപ്പം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ, അതായത് നിങ്ങളുടെ ഡ്രോയിങ്ങിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. കാരണം നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളൊക്കെയാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്കും ഉണ്ടാവണം. എങ്കിലേ എനിക്കും കൂടുതലായിട്ടും ഡ്രോയിങ് വീഡിയോസൊക്കെ ഈ ചാനൽ ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ മുടി വരച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല. പെൻസിൽ നല്ല ഷാർപ്പൻ ചെയ്തതിന് ഓരോ തവണ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. പിന്നെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ഷമയോടെ ഒന്ന് വരയ്ക്കുക. നല്ല സമയം തന്നെ വേണ്ടി വരും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പം പലർക്കും മുടി വരയ്ക്കുന്നത് ഇപ്പോഴും അറിയത്തില്ലാത്തവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മിക്കവരും മുടി വരയ്ക്കുന്നത് ചുമ്മാ ഈ പെൻസിൽ ഉപയോഗിച്ച് കുത്തി വരയ്ക്കുന്ന രീതിയിലാണ് വരച്ച് വിടുന്നത്. അങ്ങനെയല്ല, നമ്മൾ ആ ഒരു ഹെയർ സ്റ്റൈൽ മനസ്സിലാക്കി അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. മുടി എങ്ങോട്ടാണ് കിടക്കുന്നത് ആ രീതികളൊക്കെ മനസ്സിലാക്കിയിട്ട് വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഓരോ തവണ പെൻസിൽ ഷാർപ്പൻ ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് ആ ഓരോ മുടി ഇഴ പോലെ നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അത് കെമിക്കൽ പിടിക്കാത്ത ഞാൻ പറയുന്ന കാര്യം തന്നെയാണ്. അപ്പം എൻ്റെ ഓൾഡ് വീഡിയോസ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാനിപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ പുതിയ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത്. പിന്നെ എൻ്റെ ചാനലിൽ പുതിയതായിട്ട് വന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രീ ഹാൻഡായിട്ട് ഫേസ് വരയ്ക്കുന്ന ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ വരച്ച് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് പ്രാക്ടീസ് ഈസി ആയിട്ട് ഡ്രോയിങ് പഠിച്ചെടുക്കാവുന്നുള്ളൂ. മിക്കവരും പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല, വല്ലപ്പോഴൊക്കെ വരയ്ക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെ വരച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും. അതേസമയം നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ് ചെയ്ത് വരാനും നല്ലൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഫുള്ളായിട്ട് 8B ഉപയോഗിച്ചൊന്ന് വരച്ച് പോയായിരുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മളിപ്പം 10B ഉപയോഗിച്ചിട്ട് ആ ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗത്തെല്ലാം നമ്മളിപ്പോൾ ഒന്ന് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ബാക്കി ഈ പറഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോയിൽ കാണുന്നത് മാക്സിമം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഒരു ഇതായിട്ട്, അതായത് നമ്മൾ കഴിവുപോലെ നമ്മൾ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നാലും നമ്മൾ മാക്സിമം അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്തും ഇതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, പിന്നീട് നമുക്ക് വരച്ച് വരുന്നതനുസരിച്ച് നമുക്കതൊക്കെ ഈസി ആയിട്ട് തോന്നും. അപ്പം ഇപ്പം ഈ പറഞ്ഞ വരച്ച് തുടങ്ങുന്ന സമയത്ത് എല്ലാവർക്കും തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുക. അപ്പോൾ ആരും നമ്മൾ 2 ദിവസം 3 ദിവസം വരച്ച് കണ്ടുകൊണ്ട് നല്ല രീതിയിൽ നമുക്കൊരു ഡ്രോയിങ് ചെയ്തെടുക്കാനൊന്നും സാധിക്കുമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ചിലപ്പം ഒരു മാസത്തെ പ്രാക്ടീസ് അല്ലെങ്കിൽ നമുക്കൊരു വർഷത്തെ പ്രാക്ടീസ് തന്നെ വേണ്ടി വരും. കാരണം ഡ്രോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്, നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരത്തുള്ളൂ. അപ്പോൾ ആ കാര്യം ഓർത്ത് വെച്ചേക്കുക.